അവിടെ ഒരു ഓട്ട പ്രദർശനത്തിലാണ് ഒരുപാട് സ്ഥാനാർത്ഥികളെയൊക്കെ നേരിട്ട് കാണാൻ വേണ്ടി ജനങ്ങളുടെ സ്പിരിറ്റ് ഒപ്പിയെടുക്കാൻ വേണ്ടി അരുൺ കൊടുങ്ങൂർ ഓട്ട പ്രദർശനത്തിലാണ്. കൊടുങ്ങൂരിൻ്റെ റിപ്പോർട്ട്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. നമ്മളിപ്പോൾ ഇടുക്കിയിലാണ്. വലിയ രീതിയിലുള്ളൊരു ആവേശത്തോടെയുള്ള ഒരു പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ ഒരു മാസമായി ഇടുക്കിയിൽ നടന്നു വന്നിരുന്നത്. മലയോര ജില്ലയാണ് ഇടുക്കിയിൽ. അതുപോലെ തന്നെ ജനകീയ പ്രശ്നങ്ങളും സജീവമായ ഒരു ജില്ല കൂടിയാണ്. ഇപ്പോൾ എന്തായാലും പതിവിന് വിപരീതമായി കൊറോണ ഉണ്ടാക്കിയ ആ ഒരു പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ ആ ഒരു നിയന്ത്രണത്തിൽ തന്നെ ഇന്ന് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വീട് കയറിയുള്ള ഒരു പ്രചരണം തന്നെയാണ് ഇന്ന് നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ തവണയെല്ലാം തന്നെ ഇത്തരത്തിൽ നഗര കേന്ദ്രീകരിച്ച കൃത്യമായ രീതിയിൽ ശക്തി തെളിയിക്കുന്ന രീതിയിലുള്ള കുട്ടിക്കലാശമടക്കമുള്ള നടപടികളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇക്കുറി വീട് കയറിയുള്ള ഒരു പ്രചരണം തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളും നടത്തുന്നത്. ഇപ്പോൾ തൊടുപുഴ നഗരസഭയിലെ ഒരു സ്ഥാനാർത്ഥിയായി നമ്മളോടൊപ്പം ഉണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു ആവേശമായിരുന്നല്ലോ ഒരു മാസത്തോളം നീണ്ടിരുന്നത്. എന്താ ഈ ഒരു അവസാന നിമിഷം പറയാനുള്ളത്? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? തീർച്ചയായും നമുക്ക് 100% വിജയപ്രതീക്ഷയുണ്ട് ഈ വാർഡിൽ. കാരണം എന്തെന്നാൽ ഈ വാർഡ് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുടെ ഒരു വാർഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ നോക്കിക്കാണുന്നതും ഒരു വിദ്യയുള്ള ഒരു കാൻഡിഡേറ്റിനെ തന്നെയാണ്. അതുപോലെ ഓരോ സമയത്തും നമ്മൾ അവരെ സമീപിക്കുമ്പോഴും അവരെല്ലാവരുടെയും മൊത്തം പുഞ്ചിരികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇത്രമാത്രമുള്ളൂ, അവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും എന്നും കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷയുള്ള ഒരു ആളിലാണ് അവർ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? ജനങ്ങളെ സമീപിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് മുന്നിലേക്ക് വെക്കുന്നത്? ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എടുത്തു പറയേണ്ടത് അംഗൻവാടി ഇല്ല എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം അംഗൻവാടിയുടെ പ്രത്യേകത എന്താ എന്നുള്ളത്. സോ എല്ലാ വാർഡിലും അംഗൻവാടി നിർബന്ധമാണ്. ഈ വാർഡിലെ അവസ്ഥ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം അംഗൻവാടി ഒരു സ്ഥലത്താണെങ്കിൽ 2-3 മാസങ്ങൾക്ക് ശേഷം വേറൊരു സ്ഥലത്തായിരിക്കും അംഗൻവാടി. അങ്ങനെ ഓടി നടക്കുന്നൊരു സ്ഥിതിയാണ് നിലവിലുള്ളത്. സോ അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അംഗൻവാടിയാണ്. അതുപോലെ തന്നെ ഒരു സാംസ്കാരിക നിലയമില്ല നമ്മുടെ ഈ വാർഡിൽ. അതുപോലെ തന്നെ മലിനീകരണം, അതുപോലെ തന്നെ തോടിൻ്റെ കാര്യത്തിലായാലും നമുക്കിവിടെ ഒരു നല്ലൊരു ജല സ്രോതസ്സുണ്ട്, അത് നല്ല രീതിയിൽ നശിച്ചു കിടക്കുകയാണ് ഈ സമയത്ത്. സോ അവരെല്ലാം പ്രതീക്ഷ വയ്ക്കുന്നത് ഇതെല്ലാം കൃത്യമായി ചെയ്തു കൊടുക്കുന്ന ഒരാളിലാണ്. തീർച്ചയായും ജനകീയ പ്രശ്നങ്ങൾ തന്നെയാണ് ഓരോ വോട്ടും നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി അതിന് പരിഹാരം കാണാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഈ അവസാന നിമിഷവും പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനിയും നിശബ്ദ പ്രചരണത്തിലേക്ക് കടക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെയാകും ഇവരെല്ലാം തന്നെ നടത്തുക. യെസ്, ഇത്തവണ തൊടുപുഴ നഗരസഭ വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ NDA വലിയ വിജയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി അങ്കുഷ് കുമാർ തയ്യാറാണ്. അങ്കുഷിൻ്റെ റിപ്പോർട്ടിന് ശേഷം വിശദമായ വിലയിരുത്തലുമായി അങ്കുഷും ചേരുന്നുണ്ട്. വാശിയേറിയ തെരഞ്ഞെടുപ്പ് മത്സരം നടക്കുന്ന തൊടുപുഴയിൽ കലാശക്കൊട്ട് ഇപ്പോൾ വ്യത്യസ്തമായ കാഴ്ചയാണ്. എല്ലാ സ്ഥലങ്ങളിലും കർശനമായ നിയന്ത്രണങ്ങളോട് തന്നെ ആ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ആവേശം ഒട്ടും ചോരാതെയാണ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. നമുക്കിപ്പോൾ തൊടുപുഴ മണ്ഡലത്തിലെ NDAയുടെ ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. എങ്ങനെയാണ് ഈ ഒരു കലാശക്കൊട്ട്? എല്ലാ തവണയും വ്യത്യസ്തമായിട്ടാണ് ഇത്തവണ കലാശക്കൊട്ട് നടക്കുന്നത്. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. 4-5 പ്രാവശ്യം എല്ലാ വീടുകളും കയറാൻ പറ്റി. എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ടും സഹകരണവും ഉണ്ട്. പിന്നെ എല്ലാവരും നിങ്ങളിൽ ഒരാളായിക്കണ്ട് എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നത്? പ്രത്യേകിച്ച് ഇത്തവണ തൊടുപുഴയിൽ BJP വലിയ ഒരു സാധ്യതയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഭരണം പിടിക്കാമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? 13-14 സീറ്റ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും എത്ര തവണ പോയി? 5 പ്രാവശ്യത്തോളം ഓരോ വീടും കയറി എല്ലാവരെയും പരിചയപ്പെട്ടിട്ടുണ്ട്. ഇത് തന്നെയാണ് സ്ഥാനാർത്ഥികളുടെ എല്ലാം തന്നെ 5 തവണയോളം ഒക്കെ തന്നെ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ജനങ്ങളെ കണ്ട് വോട്ട് തേടി ഇനിയും ആ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഇന്ന് ലാസ്റ്റ് ദിവസമായതിനാൽ കൂടുതൽ ആളുകളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ട്. വലിയ ആവേശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. NDAയുടെ വലിയ മുന്നേറ്റമാണ് തൊടുപുഴയിൽ ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ 8 സീറ്റായിരുന്നു തൊടുപുഴയിൽ BJP അല്ലെങ്കിൽ NDA സഖ്യത്തിനുണ്ടായിരുന്നത്. അത് ഇത്തവണ കൂടുതൽ വർദ്ധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് BJP വിശ്വസിക്കുന്നത്. 2010 കേവലം 4 സീറ്റ് മാത്രമായിരുന്നു NDAക്ക് തൊടുപുഴയിൽ ഉണ്ടായിരുന്നെങ്കിൽ 2015 അത് 8 സീറ്റായിട്ട് ഉയർത്താൻ സാധിച്ചു. അതാണ് 2020 ഈ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടുതൽ ഉയർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ. ഒരുപക്ഷെ തൊടുപുഴ മുനിസിപ്പാലിറ്റി ഇത്തവണ ചരിത്രത്തിലാദ്യമായി പിടിക്കുമെന്നുള്ള ഉറപ്പിച്ചുകൊണ്ടാണ് NDA മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കലാശക്കൊട്ടിന്റെ വ്യത്യസ്തമായ കാഴ്ച തന്നെയാണ് തൊടുപുഴയിൽ കാണാൻ സാധിക്കുന്നത്. മറ്റ് വലിയ തോതിലുള്ള കോലാഹലങ്ങളൊന്നുമില്ല എങ്കിൽ തന്നെയും ആ ശക്തി തെളിയിച്ചുകൊണ്ട് ആ ആവേശം സ്ഥാനാർത്ഥികളുടെ മുഖത്ത് നമുക്ക്
ആകുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. മറ്റ് സ്ഥാനാർത്ഥികളും മറ്റ് മുന്നണി സ്ഥാനാർത്ഥികളും എല്ലാം തന്നെ സമാന രീതിയിലുള്ള പ്രവർത്തനവുമായി മുമ്പോട്ട് പോവുകയാണ്. എന്തായാലും തൊടുപുഴയിൽ വാശിയേറിയ പോരാട്ടത്തിന്റെ അതിന്റെ അവസാന ഒരു പ്രചരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. യെസ്, അങ്കുഷ് വീണ്ടും ചേരുന്നുണ്ട്. കൃത്യമായി തന്നെ ഹൈറേഞ്ചിന്റെ രാഷ്ട്രീയം. അങ്കുഷ്, വളരെയധികം പ്രതീക്ഷയിലാണ്. ഇടതും വലതും മാത്രമല്ല, BJP NDAയും വലിയ ആത്മവിശ്വാസം തന്നെയാണ് ഇത്തവണ പ്രകടമാക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് അവരുടെ പ്രതീക്ഷകൾ? എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രചരണ വിഷയങ്ങൾ? അവസാനവട്ട ഓട്ടപ്പാച്ചിൽ എങ്ങനെ? ശ്യാമ, തീർച്ചയായും ഇത്തവണ ഇടുക്കിയിൽ വാശിയേറിയ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗം തമ്മിലുള്ള വലിയൊരു അഭിമാന പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത്. അവരുടെ ശക്തി തെളിയിക്കുക, തങ്ങളിൽ ആർക്കാണ് ഈ മേഖലയിൽ ഈ ജില്ലയിൽ ശക്തി എന്നുള്ളത് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. എന്തായാലും ആ ഒരു മത്സരം അവിടെ നടക്കുന്നു. അത് വലിയ വാശിയേറി എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മത്സരം തന്നെയാണ്. ആ നിലയിൽ വലിയ തോതിലുള്ള നിർണായകവുമാണ് രണ്ട് പാർട്ടികളെ സംബന്ധിച്ചും. അതിനപ്പുറം പിന്നീട് ഇടുക്കി ശ്രദ്ധേയമാകുന്നത് BJPയുടെ ഒരു കടന്നുവരവാണ്. പ്രത്യേകിച്ചും BJP എല്ലാ മേഖലകളിലും ഇപ്പോൾ ശക്തമായ ഒരു സാന്നിധ്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 നഗരസഭകൾ BJP കൃത്യമായ ഭരണത്തോട് അടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം തൊടുപുഴ മുനിസിപ്പാലിറ്റിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ അതിർപരിധിയിലുള്ള സ്ഥലങ്ങളിലാണ്. അവിടെയെല്ലാം തന്നെ ഇപ്പോൾ ഇതാണ് ആവേശം. വലിയ ഒരു ആവേശം നമുക്ക് ആദ്യം മുതൽ തന്നെ കാണാൻ സാധിച്ചു. തൊടുപുഴ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ 2010 കേവലം 4 സീറ്റുകൾ മാത്രമായിരുന്നു. 2015 അത് 8 സീറ്റായി തൊടുപുഴയിൽ BJPക്ക് ഉയർത്താൻ കഴിഞ്ഞിരുന്നു. അവിടെയാണ് ഇപ്പോൾ വീണ്ടും ഭരണം പിടിക്കാനുള്ള ഒരു കാലാവസ്ഥയിലേക്ക് തൊടുപുഴ മുനിസിപ്പാലിറ്റി മാറിയിരിക്കുന്നത്. വലിയ ആവേശമാണ്, ആത്മവിശ്വാസമാണ് പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾക്കും എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും സ്ഥാനാർത്ഥികൾ ഇപ്പോൾ നമുക്കിവിടെ സാധിച്ചിട്ടുണ്ട്. ഈ 20-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. വളരെ വാശിയേറിയ മത്സരം നടക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുക്കുമെന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥി പ്രവർത്തകരും എല്ലാം തന്നെ വെച്ച് പുലർത്തിയിരുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ കൊട്ടിക്കലാശം നടക്കുകയാണ്, പരസ്യ പ്രചരണം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഘട്ടത്തിൽ എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? ഇത്തവണ ആ സീറ്റ് കൂടി പിടിച്ചെടുക്കാൻ BJPക്ക് കഴിയുമോ? BJPക്ക് കഴിയും. 20-ാം വാർഡിന്റെ സമഗ്ര വികസനത്തിനായി ഞാൻ ഒരു വീട്ടമ്മയായി ഞാൻ ഇറങ്ങി പ്രവർത്തിച്ചു. നമ്മൾ 15 വർഷമായിട്ട് കൈയടക്കി വെച്ചിരിക്കുന്ന UDFന്റെ വാർഡ് തീർച്ചയായിട്ടും BJP പിടിച്ചെടുക്കും. നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് പൂർണ്ണമായ വിശ്വാസമുണ്ട്. എല്ലാവരുടെയും പിന്തുണയുണ്ട്. എന്താണ് ജനങ്ങളോട് ഇത്തരത്തിൽ വിജയിക്കുന്നതിനായി ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുന്നത് എങ്ങനെയൊക്കെയാണ്? വികസനം, സമഗ്ര വികസനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ വിശിഷ്യ സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ ഉന്നമനം, അതുപോലെ വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം, അങ്ങനെ നമ്മുടെ വാർഡിന് വിവിധ ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങൾക്കെല്ലാം ഞങ്ങൾ മുന്നിൽ നിന്നുകൊണ്ട് അവരുടെ കൂടെ ഇറങ്ങിക്കൊണ്ട് അവരിൽ ഒരാളായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കും. അതെല്ലാവരുടെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് തന്നെയാണ് എല്ലാ സ്ഥാനാർത്ഥികൾക്കും പറയാനുള്ളത്. ഇപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിയാണ്, 22-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. ചേട്ടാ, എന്താണ് ചേട്ടൻ്റെ ഒരു വിശ്വാസം എങ്ങനെയാണ്? ഇത്തവണ തൊടുപുഴയിൽ നമുക്ക് ഭരണം പിടിക്കാൻ അല്ലെങ്കിൽ BJPക്ക് ഭരണം പിടിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഈ ഒരു ഘട്ടത്തിൽ? ഞാൻ 22-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. അതോടൊപ്പം തന്നെ മുനിസിപ്പൽ പ്രസിഡന്റുമാണ്. ഭാരതീയ ജനതാ പാർട്ടി 2000-ലാണ് ആദ്യമായിട്ട് തൊടുപുഴയിൽ ഒരു ജനപ്രതിനിധിയെ സൃഷ്ടിക്കുന്നത്. അത് ഈ വാർഡിൽ നിന്നാണ് സൃഷ്ടിക്കുന്നത്, മുതലാർമണം വാർഡിൽ നിന്നാണ്. അതിനെ തുടർന്ന് നടന്ന 4 തിരഞ്ഞെടുപ്പുകളിലും ഭാരതീയ ജനതാ പാർട്ടി ഈ വാർഡ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ നിലനിർത്തിയിട്ടുള്ള വാർഡാണ്. ഈ വാർഡിൽ നമ്മൾ വിജയത്തെക്കുറിച്ച് സംശയിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് തൊഴിൽ നഗരസഭയിൽ ഭരണം കിട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 8 സീറ്റാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. കഴിഞ്ഞ തവണ 5 സീറ്റുകളിൽ നമ്മൾ 2-ാം സ്ഥാനത്ത് വന്നു. ഏതാണ്ട് മോശമല്ലാത്ത 3-ാം സ്ഥാനം കിട്ടിയ മറ്റു വാർഡുകളുണ്ട്. സാഹചര്യം കൊണ്ട് അനുകൂലമായ പല വാർഡുകളും ഉണ്ട്. ഇപ്പോൾ ഒരു 18-20 വാർഡുകളിൽ നമ്മൾ ജയസാധ്യത നിലനിർത്തുന്നുണ്ട്. എന്തായാലും ഉറച്ച ഭരണപ്രതീക്ഷയിലാണ്. അതാണ് ഇപ്പോഴത്തെ ശ്യാം. തീർച്ചയായും ഇത് തന്നെയാണ് പ്രതീക്ഷ. കൃത്യമായ കണക്കുകൾ പറയുകയാണെങ്കിൽ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന 8 സീറ്റ് അതിനപ്പുറത്തേക്ക് കണക്കിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഈ അവസാന നിമിഷം, പരസ്യ പ്രചാരണത്തിന്റെ അവസാന നിമിഷം എന്ന് പറയുന്നത് ഏതൊരു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരു ആവേശത്തിന്റെ നിമിഷമാണ്. അതങ്ങനെ പരകോടിയിൽ എത്തുന്ന വലിയൊരു ആവേശമാണ്. പക്ഷേ ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു സാഹചര്യത്തിൽ വളരെയധികം ഇങ്ങനെ മാറിയിരിക്കുന്നു. അതിൻ്റെ ഒരു അനുഭവം കൂടി ഒരുപക്ഷെ അവർ പറയുമായിരിക്കും. അങ്കുഷ്, ചോദ്യം ഒന്നുകൂടി. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ
ആവേശത്തോടു കൂടിയാണ് പരസ്യ പ്രചാരണം അവസാനിപ്പിച്ചത്. എല്ലാ സ്ഥാനാർത്ഥികളും എവിടെയെങ്കിലും ഒത്തുകൂടി വലിയ ആവേശം, അതിഗംഭീരമായ പ്രകടനം, അതൊന്നും തന്നെ ഇത്തവണ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ആ പ്രതികരണം കൂടി ഒന്ന് നമുക്ക് അറിയാൻ സാധിച്ചാൽ നന്നായിരുന്നു. ശ്യാം, തീർച്ചയായും നമുക്ക് അവരോട് അറിയാം. ചേട്ടാ, ഇത്തവണ വലിയൊരു വിജയ സാധ്യത കൽപ്പിക്കുമ്പോഴും ഈ പരസ്യ പ്രചരണമൊക്കെ വളരെയധികം നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് കൊറോണയുടെ പശ്ചാത്തലത്തിൽ. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? അതുമായിട്ട് ബോധ്യപ്പെട്ടോ? തീർച്ചയായിട്ടും കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ എല്ലാ സ്ഥാനാർത്ഥികളും ആ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് തന്നെയാണ് ഗൃഹസമ്പർക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോഴും വളരെ എല്ലാവരും മാസ്കുകളൊക്കെ ധരിച്ച് സാനിറ്റൈസർ ഉപയോഗിച്ച് ഏത് വീട്ടിൽ കയറുമ്പോഴാണെങ്കിലും സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ടും വളരെ കൃത്യതയാർന്ന ഒരു പ്രചരണം തന്നെ കൊറോണ മാനദണ്ഡം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നടത്തിയത്. അതിൻ്റെ പശ്ചാത്തലത്തിലും തുടർന്ന് കൊറോണയുടെ സമയത്താണെങ്കിലും വീടുകളിൽ ചെയ്ത സഹായത്തിൻ്റെ എല്ലാം കണക്കിൽ തന്നെ ആ ഒരു രീതിയിൽ തന്നെ വലിയൊരു വിജയം BJPക്ക് ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ വാർഡുകളിലും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അതിൻ്റെ ആവേശമാണ് ഈ പ്രവർത്തകരിൽ. കൊറോണയുടെ പശ്ചാത്തലമായതുകൊണ്ടാണ് ഈ ഇത്രയും മാത്രം ആൾക്കൂട്ടം. ഇല്ലായിരുന്നെങ്കിൽ BJPയുടെ ഈ ഇപ്പോഴത്തെ ഒരു സ്ഥിതിക്ക് അനുസരിച്ചുള്ള ആവേശം ഇതിലും 10 ഇരട്ടി ഇവിടെ കാണുവാൻ സാധിച്ചാണ്. ഈ ആളുകൾ ഇത്തവണ വോട്ട് ചെയ്യാൻ എത്തുന്നതിൽ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും പ്രായമായ ആളുകൾക്കൊക്കെ ഇപ്പോഴും ആശങ്കയുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് പാർട്ടിയുടെ? തീർച്ചയായിട്ടും അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടില്ല. ജനങ്ങളുടെ ഏറ്റവും വലിയ അവകാശമാണ് വോട്ടവകാശം. ആ അവകാശം എല്ലാ പാർട്ടിക്കാരും എല്ലാവരും വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറിയ എല്ലാ വീടുകളിലും, വാർഡിലെ മുഴുവൻ വീടുകളിലും BJPയുടെ സ്ഥാനാർത്ഥി പ്രവർത്തകർ പലതവണ സന്ദർശനം നടത്തി അവരെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. വോട്ട് ചെയ്യാൻ രാഷ്ട്രീയം നോക്കിയല്ല, അതെടുത്തു തന്നെ പറയാം, രാഷ്ട്രീയം നോക്കാതെ തന്നെ എല്ലാവരോടും വോട്ട് ചെയ്യാനും വോട്ട് ചെയ്യാൻ തടസ്സപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്നും വാഹനം അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്നും തീർച്ചയായും പറഞ്ഞിട്ടുണ്ട്. പ്രായമായവർക്ക് പോളിംഗ് ബൂത്തിൽ തിരക്കില്ലാത്ത സമയത്ത് അവരെ വീടുകളിലെത്തി അവരെ വോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അറിയിക്കാമെന്നും അവരെ പോളിംഗ് ബൂത്തിൽ തിരക്കില്ലാത്ത സമയം അറിയിക്കാമെന്നും കാണിച്ചുകൊണ്ട് മുഴുവൻ ആളുകളും ഈ വാർഡിൽ സ്ഥലത്തുള്ള മുഴുവൻ ആളുകളും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ BJPയുടെ പ്രവർത്തകർ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി പറയുന്നു, അതിൽ രാഷ്ട്രീയം നോക്കിയിട്ടല്ല, ആളുകളുടെ വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കാൻ വേണ്ടി മാത്രമാണ്. ശ്യാം, ഇത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തൊടുപുഴ മത്സരം എടുത്തു പറയേണ്ടത് CPMന്റെ ഒരു പ്രവർത്തനമാണ്. ഇവിടെ CPM ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇത്തവണ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും BJP ഇത് തന്നെയാണ് ശക്തമായി തന്നെ തങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളുടെ ആ ഒരു ആത്മവിശ്വാസം BJP പ്രവർത്തകരിൽ എപ്പോഴും കാണാൻ സാധിക്കുന്നു. അതേസമയം ഇടത് ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സ്വതന്ത്രരെ കൂട്ടിയുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഇടത് സ്ഥാനാർത്ഥികൾ. അവർ പറയുന്നത് അഴിമതി മുക്തമായിട്ട് ഒരു കാര്യമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്വതന്ത്രരിൽ കൂടുതലായി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതായിരുന്നു നേതാക്കൾ വ്യക്തമാക്കിയത്. എന്തായാലും പാർട്ടിക്കാരെ മാറ്റി നിർത്തിയാൽ മതിയോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. അങ്കുഷേ, എന്തായാലും തിരിച്ചെത്താം. ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ആലപ്പുഴയുണ്ട്, കൊല്ലമുണ്ട്, പത്തനംതിട്ടയുണ്ട്. വേഗത്തിൽ തിരിച്ചെത്താം. പത്തനംതിട്ട കൃത്യമായി തന്നെ മാറ്റത്തിന് ഒരുങ്ങുന്നു എന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് അവിടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അത് എങ്ങോട്ടേക്കായിരിക്കും എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഡിസംബർ 16 വരെ കാത്തിരുന്നാൽ മതി, അധികം ഒന്നും വേണ്ട. ഇനി വേഗത്തിൽ ആലപ്പുഴയിലേക്ക് പോവുകയാണ്. സുധീഷ് ഗോപാൽ തയ്യാറാണ്. അവിടെ ഒരു സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചരണത്തിനൊപ്പമാണ് ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ ഉള്ളത്. സുധീഷ് ഗോപാൽ ഇപ്പോൾ ചേരുന്നുണ്ട്. സുധീഷ്, ഈ അവസാന നിമിഷം, ഇനി അധികം സമയമൊന്നുമില്ല എങ്കിൽ പോലും ഓടി നടക്കുകയാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമൊക്കെ. എന്താണ് ആലപ്പുഴയിലെ വിശേഷങ്ങളും ആവേശവും? ആലപ്പുഴ നഗരസഭയിലെ ഏൻപുരം വാർഡിലാണ് ഇവിടുത്തെ NDA സ്ഥാനാർത്ഥിയുടെ കൊട്ടിക്കലാശമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലും ഇവിടെ NDAക്കൊപ്പം നിന്ന ഒരു വാർഡ് കൂടിയാണ്. അതിശക്തമായ പ്രകടനം ഏറ്റവും BJPക്ക് ആലപ്പുഴ നഗരസഭയിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ശക്തിയുള്ള ഒരു പ്രദേശം കൂടിയാണ് ഏൻപുരം. ഇവിടുത്തെ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ഇപ്പോൾ ബൈക്ക് റാലിയാണ് ഇതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായും സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ, അത്തരമൊരു വെല്ലുവിളി ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ കൊട്ടിക്കലാശത്തിന്റെ അതേ രീതിയിൽ തന്നെയുള്ള ഒരു ബൈക്ക് റാലിയോടെ ഈ പരസ്യ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ NDA സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം ഉണ്ട്. ഏത് രീതിയിലായിരുന്നു പ്രചരണം, എന്തായിരുന്നു ഇവിടുന്നുള്ള ജനങ്ങളുടെ വോട്ടർമാരുടെ ഒരു പ്രതികരണം എന്ന് നമുക്കറിയാം. ഈ കഴിഞ്ഞ ഇത്രയും ദിവസത്തെ പ്രചരണത്തിന് ഇന്ന് പരസ്യ പ്രചരണം അവസാനിക്കുകയാണ്. എന്തായിരുന്നു ജനങ്ങളിൽ നിന്ന് കിട്ടിയ, വോട്ടർമാരിൽ നിന്ന് കിട്ടിയ ഒരു പ്രതികരണം? നല്ല, എല്ലാവരും മോദിജിയുടെ പ്രവർത്തനങ്ങൾ എല്ലാവരും എത്തിക്കുന്നതിനായിട്ട് വോട്ട് ചെയ്ത് സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിലാണ് താമര വിരിയാൻ സഹായിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ UDFന്റെ ഒരു ഭരണസമിതിയായിരുന്നു ആലപ്പുഴ നഗരസഭയിൽ ഉണ്ടായിരുന്നത്.
അവരുടെ പ്രവർത്തനങ്ങൾക്ക് എതിരെ ഇപ്പം ഇവിടെ NDAയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു. അവർക്ക് പരിമിതികളുണ്ടായിരുന്നു. പൂർണ്ണമായും ഈ നഗരസഭ തന്നെ പിടിക്കത്തക്ക രീതിയിലേക്ക് ഒരു പ്രകടനം BJPക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്രാവശ്യം? എന്തായിരിക്കും ഒരു ഫലം? കഴിഞ്ഞ കൊല്ലത്തേക്കാളും കൂടുതൽ സീറ്റ് കൊല്ലം നഗരസഭയിൽ BJP NDA നേടുന്നതായിരിക്കും. കൂടുതൽ അമൃതം പദ്ധതിയുടെ ആണെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ എല്ലാവരും ശ്രമിക്കുന്നതാണ്. ഇപ്പം അമൃതം പദ്ധതി തന്നെ ആലപ്പുഴ നഗരസഭയ്ക്ക് വേണ്ടി അനുവദിച്ചെങ്കിൽ പോലും അതൊന്നും പൂർണ്ണതയിലെത്തിക്കാൻ ആ പദ്ധതി തന്നെ അതിൻ്റെ ഒരു ഫലം പൂർണ്ണമായി കിട്ടാത്ത രീതിയിലേക്ക് നഗരസഭയ്ക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത്തരം ഒരു പ്രവർത്തനം അവർക്ക് നടത്താൻ കഴിഞ്ഞില്ല. അതെല്ലാം നമുക്ക് NDAക്ക് അനുകൂലമായി വരാനാണോ സാധ്യത? നമുക്കതെല്ലാം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. പൂർത്തീകരിച്ചിരിക്കും. ഇപ്പോഴത്തെ മൊത്തത്തിൽ ജനങ്ങളുടെ പിന്തുണയുണ്ട്. 100% വിജയപ്രതീക്ഷയോടാണോ ഇപ്പോൾ ഈ കൊട്ടിക്കലാശത്തിലേക്ക് കിടക്കുന്നത്? 100%, വിജയപ്രതീക്ഷ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്തായാലും ആലപ്പുഴ നഗരത്തിലെ AN പുരത്താണ് കൊട്ടിക്കലാശമാണ് കാണുന്നത്. ഇവിടുത്തെ പൂർണ്ണ ഒരു ആത്മവിശ്വാസത്തോടെയാണ് സ്ഥാനാർത്ഥി പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് പോകുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ആലപ്പുഴ നഗരസഭയിൽ മൊത്തം തന്നെ വലിയ ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ NDAയുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നഗരസഭ തന്നെ അട്ടിമറിയിലൂടെ കൈയടക്കാം എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ആ ആവേശം തന്നെയാണ് ഇവിടെ ഓരോ പ്രവർത്തകരിലും നിറഞ്ഞു നിൽക്കുന്നതും. അത്തരത്തിൽ പൂർണ്ണമായി ഓരോ വാർഡുകളിലും അത്തരത്തിൽ തന്നെ ശക്തമായ പ്രചരണം നടത്തിക്കൊണ്ട് വലിയ ഒരു ചലനം ജനങ്ങൾക്ക് വോട്ടർമാർക്കും പൂർണ്ണമായും NDA ജയത്തിലേക്ക് പോകുന്നു എന്നൊരു വിശ്വാസം പകരുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അത് ഏതായാലും ലക്ഷ്യം കാണുമെന്ന് തന്നെയുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ NDA പ്രവർത്തകർ ഉള്ളത്. എന്തായാലും ഓരോ ആലപ്പുഴ നഗരസഭയിലെ 53 വാർഡുകളിലും ശക്തരായ സ്ഥാനാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് തന്നെ അതിൽ യുവാക്കളുണ്ട്. അതോടൊപ്പം തന്നെ അനുഭവ സമ്പത്തുള്ള മുൻ ആലപ്പുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്തുണ്ട്. അതിനോടൊപ്പം തന്നെ യുവാക്കൾ നിരവധിയുണ്ട്. അത്തരത്തിൽ എല്ലാവരും ചിട്ടയാർന്ന പ്രവർത്തനത്തിലൂടെ അതും ഒരു മുന്നണി സംവിധാനത്തിൽ തന്നെ കൃത്യമായി പ്രചരണം കൊണ്ടുപോകാൻ കഴിഞ്ഞു. നിരവധി നേതാക്കൾ കുമ്മനം രാജശേഖരനടക്കം V മുരളീധരനടക്കമുള്ള കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇവിടെ വന്ന പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. അങ്ങനെ കൃത്യമായ ഒരു ചിട്ടയുടെ പ്രവർത്തനത്തിന്റെ അവസാന ഘട്ടമാണ് നിൽക്കുന്നത്. ഇനിയും നാളെ നിശബ്ദ പ്രചരണമാണ്. അതിലും കൃത്യമായി തന്നെ സ്ലിപ്പ് വിതരണം, ഭവന സന്ദർശനം, ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കൃത്യമായി തന്നെ ആ ഒരു പ്രചരണത്തിന്റെ ഇത്രയും ദിവസത്തെ ആ ഒരു ഊർജം പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ട് തന്നെ ജയം നേടാനാവുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് NDA. എന്തായാലും അത്തരം ഒരു നല്ല പ്രവർത്തനം അതിനെ LDFും UDFും തന്നെ നഗരങ്ങൾ കേന്ദ്രീകരിച്ചെല്ലാം തന്നെ അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നിട്ട് നിൽക്കുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഈ കൊട്ടിക്കലാശം അവസാനിക്കാനുള്ളത്. അപ്പോൾ തീർന്നു. ആവേശം അവസാനിച്ചിരിക്കുകയാണ്. പരസ്യമായ ആവേശങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്.